പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. കോതമംഗലം കീരമ്പാറ തെക്കുമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. കീരമ്പാറ പഞ്ചായത്തിൽ തെക്കുമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. 59.10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. MLA ഫണ്ട് 27 ലക്ഷം, ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം, ബ്ലോക്ക് പഞ്ചായത്ത് 8.5 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് 5.6 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് CSC ഫണ്ട് 8 ലക്ഷം എന്നിവ ഉൾപ്പെടെയാണ് 59.10 ലക്ഷം രൂപ പദ്ധതിക്കായി ചെലവഴിച്ചത്. 1, 2, 12, 13 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണിത്. പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അവിടെ അന്ന് ഈ വേദിയിൽ വെച്ച് തന്നെ മത്തായി ചേട്ടന് ചേട്ടൻ ഒരു ആദരവൊക്കെ കൊടുത്തതാണ്. അപ്പൊ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട മത്തായി ചേട്ടനെ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനം എന്നുള്ളത് ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. കേരളം മുഴുവൻ ചെറു നഗരങ്ങളാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം, KK ദാനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിനി ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജിജോ ആന്റണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ജു സാബു, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമി തെക്കേക്കര, ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ്, വാർഡ് മെമ്പർമാരെ മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസഫ്, EC ചാക്കോ, ആശാമോൾ, ജയപ്രകാശ്, ലിസി ജോസഫ്, VK വർഗീസ്, അൽഫോൺസ സാജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MS ശശി, രാജു എബ്രഹാം, നാരായണൻ, MK കൊച്ചുകുറു, ജോജി സ്കറിയ, മാമച്ചൻ PA, മനോജ് TB എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജു സ്വാഗതവും വാർഡ് മെമ്പർ ബേസിൽ ബേബി നന്ദിയും രേഖപ്പെടുത്തി. അന്തരിച്ച KP മത്തായി കല്ലാനിക്കലാണ് ഈ പദ്ധതിക്ക് സൗജന്യമായി 4 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. സ്ഥലം വിട്ടു നൽകിയ കല്ലാനിക്കൽ KP മത്തായിയുടെ ഭാര്യ അന്നമ്മ മത്തായി, മകൻ പ്രകാശം കല്ലാനിക്കൽ എന്നിവരെ MLA പൊന്നാടി അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.